ഒരു ചെറിയ ചരിത്രം പറഞ്ഞ് ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. സുബ്ഹാനല്ലാഹ്, മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹം അതൊരു ചെറിയ സ്നേഹം പോരാ, സാധാരണ ആദരവ് പോരാ. അത് നമ്മുടെ മനസ്സിന്റെ അടിത്തട്ടിലുള്ള സ്നേഹം വേണം, ആദരവ് വേണം. ചെറിയൊരു ചരിത്രം ഞാൻ പറയട്ടെ. ബഹുമാനപ്പെട്ട സയ്യിദുന ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരു ചെറിയ ചരിത്രം. സിറിയയിൽ, അല്ലാഹുവേ, സിറിയയിലുള്ള മുഅ്മിനീങ്ങൾക്ക് നീ അഭയം നൽകണം റഹ്മാനെ, കാവൽ നൽകണം റഹ്മാൻ. അവിടെ ഫിത്ന ഉണ്ടാക്കുന്നവരുടെ ഫിത്നയിൽ നീ ഉമ്മത്തിനെ കാക്കണം റഹ്മാൻ. സിറിയയിൽ നിന്നൊരു യഹൂദി ഒരു ശനിയാഴ്ച ദിവസം തൗറാത്ത് മറിച്ചു. തൗറാത്ത് മറിച്ചു നോക്കുമ്പോ 4 സ്ഥലത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശേഷണങ്ങൾ കണ്ടു. അയാൾക്ക് ദേഷ്യം പിടിച്ചു. അയാൾ തൗറാത്തിന്റെ കഷ്ണം കടലാസങ്ങ് പറിച്ചു കഴിഞ്ഞു. ദേഷ്യം പിടിച്ചിട്ടേ പിറ്റേത്തെ ശനിയാഴ്ച മറിച്ചു നോക്കിയപ്പോ 8 സ്ഥലത്ത് തൗറാത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബഹുമാനം കണ്ടു. അപ്പൊ അതും പറിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ കേരള ശബ്ദത്തിന്റെ ബോർഡ് കീറുന്ന കൂട്ടരുണ്ട് എന്ന് പറഞ്ഞില്ലേ, അതുപോലെ പറിച്ചാൽ സുബ്ഹാനല്ലാഹ്. പിറ്റേത്തെ ശനിയാഴ്ച തൗറാത്ത് മറിച്ചു 12 സ്ഥലത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ ബഹുമാനം. അപ്പൊ ഇയാൾക്ക് തോന്നി ഇത് പറിച്ചാൽ തീരൂല, കൂടുകയുള്ളൂ. ഇനി അടുത്ത ആഴ്ച നോക്കിയാൽ തൗറാത്ത് തീർത്തുവാണെങ്കിൽ പിന്നെ അപ്പ അങ്ങനെ തന്നെ പറിക്കേണ്ടി വരും. മെല്ലെ പുറത്തിറങ്ങി ചോദിച്ചു, മൻ മുഹമ്മദ്, മൻ മുഹമ്മദ്, ആരായി മുഹമ്മദ്? അപ്പൊ തൗറാത്തിന്റെ ആളാണ് ഞങ്ങൾ എന്ന് പറയുന്ന യഹൂദി പണ്ഡിതന്മാരുണ്ട്. തലയെ തീർത്തു അസൂയ. ഈ അസൂയക്കാരായ പണ്ഡിതന്മാര് പറഞ്ഞു, കദ്ദാബുൻ ഖൈറുൻ ലക അല്ലാ തറാഹ് വലാ യറാക്. മുഹമ്മദ് എന്ന് പറഞ്ഞാല് ഏറ്റവും കളവ് പറയുന്ന ഒരാളാ, അയാൾ കാണാതിരുത്താൻ നല്ലത്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഒരു സംഘടന തന്നെ, ഒരു സംഘം തന്നെ, ഒരു പ്രസ്ഥാനം തന്നെ ഒരു വ്യക്തിക്കെതിരെ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരെ പറഞ്ഞതോ ലോകത്ത് ഏറ്റവും കൂടുതൽ സത്യം പറയാൻ പഠിപ്പിച്ച അൽ മുഅ്മിനു ലാ യക്ദിബു, ഈമാനുള്ളവൻ കളവ് പറയൂല എന്ന് പഠിപ്പിച്ച മുഹമ്മദുർ റസൂലുള്ളാഹി. ഹൽ കുൻതും തത്തഹിമൂനഹു ബിൽ കദിബി ഖബ്ല അൻ യഖൂല മാ ഖാൽ. അവിടുന്ന് നബുവത്ത് കിട്ടിയിട്ട് ഈ തൗഹീദിന്റെ കലിമത്ത് പറയുന്നതിന് മുമ്പ്, ഈ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്നതിന് മുമ്പ് വല്ലപ്പോഴും കളവ് പറയുമെന്നൊരു ധാരണ നിങ്ങളെ മനസ്സിൽ വന്നുപോയിരുന്നോ എന്ന് ഹിറക്കൽ രാജാവ് അന്നത്തെ കഠിന ശത്രുവായ അബൂ സുഫിയാനോട് ചോദിച്ചപ്പോല്ല, ജീവിതത്തിലൊരു കളവ് പറയുമെന്ന് തോന്നിയിട്ടില്ല. അത്ര സത്യസന്ധനാണ് മുഹമ്മദ് എന്ന് എതിരാളി പറഞ്ഞ മറുപടി ബുഖാരിയിലുണ്ട്. ഇരിക്കട്ടെ, പക്ഷേ പച്ചക്കള്ളം പറഞ്ഞു, കദ്ദാബുൻ, ധാരാളം കളവ് പറയുന്ന ആളാണ്. ഖൈറുൽ ലക അല്ലാ തറാ, നിങ്ങൾ കാണാതിരിക്കുന്നതാ നല്ലത് എന്ന് പറഞ്ഞപ്പോ ബിഹഖി തൗറാത്തി മൂസാ ലാ തംനഊനി മിൻ സിയാറതിഹി, മൂസാ നബിക്കിറങ്ങിയ തൗറാത്ത് മുൻനിർത്തി പറയട്ടെ, നിങ്ങൾ എന്നെ തടയരുതെന്ന് പറഞ്ഞപ്പോ സമ്മതം കൊടുത്തു പണ്ഡിതന്മാർ. അദ്ദേഹം സിറിയയിൽ നിരാപ്പകലെ യാത്ര ചെയ്ത് മദീനയിൽ വന്നു. സുഹൃത്തുക്കളെ, അവിടുത്തെ മദ്ഹായി, അവിടുത്തോട് സ്നേഹമുണ്ടാകാൻ ഒരു ചെറിയ ചരിത്രം അല്ലാഹ് നമുക്ക് ദുആക്ക് ഇജാബത്ത് തരാൻ. എന്റെ ചെറുപ്പക്കാരെ, എഴുന്നേറ്റ് നിൽക്കണം. ഇത് പറഞ്ഞ് പൂർത്തീകരിച്ച് ഞാൻ പ്രാർത്ഥന നടത്തുന്നു. പടച്ച റബ്ബേ, ഞങ്ങളെ മജ്‌ലിസ് നീ ദുആക്ക് ഇജാബത്തുള്ള, നീ പൊരുത്തപ്പെട്ട മജ്‌ലിസാക്കണം റഹ്മാനേ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ അദ്ദേഹം യാത്ര ചെയ്ത് മദീനയിലേക്ക് വരുമ്പോ കണ്ടുമുട്ടിയത് സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിനെയാണ്. മദീനയിൽ വന്നപ്പോൾ ആദ്യം കണ്ടത് സൽമാനുൽ ഫാരിസി തങ്ങളെ കണ്ടപ്പോ വല്ലാത്ത ഭംഗിയുള്ളതാണ് ആ സൽമാനുൽ ഫാരിസ്. അതുകൊണ്ട് അദ്ദേഹത്തിന് തോന്നി തൗറാത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭംഗി പഠിച്ചിട്ടുണ്ട്. എന്നാൽ ഇദ്ദേഹമായിരിക്കുമോ മുഹമ്മദ് എന്ന സംശയത്തിൽ ഈ യഹൂദി വന്നിട്ട് ചോദിക്കുകയാണ് സൽമാൻ ഫാരിസ് റളിയല്ലാഹു അൻഹുവിനോട്, അഅൻത മുഹമ്മദ്, നിങ്ങളാണോ മുഹമ്മദ്? ഇത് ചോദിക്കുമ്പോ മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു പൊട്ടി പൊട്ടി എന്ന് കരഞ്ഞു.
എന്തിനാ സൽമാനുൽ ഫാരിസി കരയുന്നത്? നിങ്ങളാണോ അല്ലാഹുവിന്റെ റസൂല് മുഹമ്മദ് എന്ന് ചോദിക്കുമ്പോ കരഞ്ഞതെന്താണ് കാരണമെന്നറിയോ ചെറുപ്പക്കാരെ? 3 ദിവസം മുമ്പ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിട്ടുണ്ട്. ലോകത്തോട് വിട പറഞ്ഞ് 3 ദിവസമായി. അപ്പോഴാ ചോദിക്കുന്നത് നിങ്ങളാണോ മുഹമ്മദ്? അങ്ങേയറ്റം സ്നേഹിക്കുന്ന സൽമാനുൽ ഫാരിസി തങ്ങളുടെ മനസ്സിൽ അവിടുത്തെ വിയോഗം ഓർമ്മയിൽ വന്ന് ചോദ്യം കേട്ടപ്പോൾ പൊട്ടി അങ്ങ് കരഞ്ഞു. അവിടുന്ന് പറയുന്നു അനഅബ്ദുഹു, ഞാൻ മുഹമ്മദല്ല, ഞാൻ മുഹമ്മദ് നബിയുടെ അടിമയാണ്. അബ്ദുക്കൽ മിസ്കീനു യർജു ഫളകൽ ജമ്മൽ വഫീറു. സഹാബത്തിന്റെ പ്രയോഗമാണ്, ഞാൻ അവിടുത്തെ അടിമയാണ്. അപ്പോൾ യഹൂദിയുടെ ചോദ്യം അയ്ന ഹുവ, മുഹമ്മദ് എവിടെ? 3 ദിവസം മുമ്പ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി എന്ന് പറഞ്ഞാൽ ഇയാൾ ചിലപ്പോൾ തിരിച്ചു പോകും. അപ്പൊ അയാൾക്ക് ഹിദായത്തിന്റെ വെളിച്ചം കിട്ടില്ല. ഒരു കാര്യം പറയുമ്പോൾ പറയുന്നത് കൊണ്ട് ഒരാൾക്ക് നന്മല്ലേ ഉദ്ദേശിക്കുന്നത്. വെറുതെ ശബ്ദകോലാഹലം ഉണ്ടാക്കാൻ വേണ്ടി സംസാരിക്കരുതല്ലോ, ശബ്ദ മലിനീകരണത്തിന് വേണ്ടി സംസാരിക്കരുതല്ലോ. പറയുന്നതുകൊണ്ട് ദീന് വിശ്വാസം വർദ്ധിക്കല്ലേ വേണ്ടത്. അപ്പൊ എന്ത് ചെയ്തു? വഫാത്തായി ഇത് പറഞ്ഞില്ല. എന്നാ ഇപ്പൊ ഉണ്ട് എന്ന് പറയാൻ പറ്റുമോ? കളവല്ലേ. എന്ത് പറഞ്ഞു? മഹാനവർ വലിയ തന്ത്രജ്ഞനാണ്, വലിയ ബുദ്ധിമാനാണ്. മഹാനവർ അസ്ഹാബിഹി, മുഹമ്മദ് നബിയുടെ അനുയായികൾ ശിഷ്യന്മാരെടുത്ത് പോയി നമ്മൾ ഇയാളെന്നെ ആയിക്കോട്ടെ തന്നെ പോയി മദീനത്തെ പള്ളിയിലൊക്കെ കയറി. മദീനത്തെ പള്ളിയിലൊക്കെ കയറി ആര്? യഹൂദി. മുസ്ലിമികളെ പള്ളിയിലെ സമ്മതം കിട്ടിയാലേ, മുസ്ലിമികൾ സമ്മതം കൊടുത്താല് ഹൈന്ദവർക്കും ആവശ്യത്തിന് മറ്റു മതക്കാർക്കും കയറാൻ പറ്റുന്ന ഇസ്ലാം എന്ന വളരെ വിശാലമായ മത. പാനൂർ തങ്ങൾ ഒഫാത്തായി ഞാനും ഉണ്ട്. മയ്യിത്ത് നിസ്കരിച്ച് അവിടുന്ന് ഇറങ്ങുമ്പോട്ട് മുല്ലപ്പള്ളി രാമേന്ദ്രൻ വരും, തങ്ങളൊന്ന് കാണണം. അപ്പൊ അവിടെ കുറെ മുസ്ലിമൊക്കെ സാധിച്ചാൽ ഇയാളൊക്കെ പള്ളിയിൽ കയറ്റാൻ പറ്റും. മന്ത്രിയാ, കയറ്റാൻ പറ്റുമോ? ഞാൻ അയാളെ കൈ പിടിച്ച് കയറ്റിട്ട് കാണിച്ചു കൊടുത്തത്. അപ്പൊ കുറെ കുട്ടികൾ അങ്ങനെയാ പള്ളിയിൽ കയറ്റുക. ഞാൻ പിന്നെ അതെനിക്കറിയാന്ന്. മതത്തിന്റെ വിവരം പറഞ്ഞ് പണ്ഡിതന്മാരല്ലേ പറയേണ്ടത്. അൽഹംദുലില്ലാഹ്, ഞാൻ പറഞ്ഞു വന്നത് ഇസ്ലാം അതെത്ര വിശാലമാണ്. അത് നമ്മൾ കുടുക്കിയിട്ട് മുഴുവൻ അങ്ങോട്ടും ഇങ്ങോട്ട് ചീത്ത പറയലും കൊച്ചം പറയലും കുറവ് പറയലും അങ്ങനെയാ ഇസ്ലാം. ഇപ്പൊ ഇസ്ലാമിനെ പുറത്തു നേട്ടാ ഒരാൾക്കെന്താ തോന്നുക? മുജാമാരോ നവബന്ധിന്റെ വരുന്ന വാചകങ്ങൾ കേട്ടാ ഇസ്ലാമിന്റെ പുറത്തുള്ള ഉണ്ടാവും. ഇതാ ഇസ്ലാമിന് തോന്നൂല. അള്ളാഹു ആക്കട്ടെ. സുബ്ഹാനല്ലാഹ്, നല്ല വാക്ക് പറയാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇരിക്കട്ടെ. അങ്ങനെ എന്ത് ചെയ്തു? പള്ളിയിലേക്ക് കയറി യഹൂദി. സൽമാൻ ഫാരിസി അള്ളാന്റെ കൂടെ കയറി. അപ്പൊ ഇയാൾക്ക് തോന്നി ഈ സാസിൽ മുഹമ്മദ് നബി ഉണ്ടാവും തോന്നി. വേറെ അസ്സലാമു അലൈക്കും യാ മുഹമ്മദ് തന്നെയാണ്. മദീന പള്ളി മുഴുവനും വിങ്ങിപ്പൊട്ടി അങ്ങ് കരഞ്ഞു. കാരണം അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വിയോഗത്തിൽ ദുഃഖിക്കുന്ന സഹാബത്തിന്റെ മനസ്സ് വേദനിച്ചു പോയി. ചോദിക്കുന്നു, നിങ്ങൾ ഏത് നാട്ടുകാരനാണ്? നിങ്ങൾ വിവരമറിയില്ലേ? 3 ദിവസമായില്ലേ അവിടുന്ന് വഫാത്തായിട്ട്? അദ്ദേഹം അതാ നിലവിളിക്കുന്നു, വാദിയായ സഫരീ, എന്റെ ദുഃഖമേ, എന്റെ നഷ്ടമേ, ലൈതനീലം തലിദിനി ഉമ്മി, എന്റെ ഉമ്മ എന്നെ പ്രസവിച്ചില്ലെങ്കിൽ എത്ര നന്നായിരുന്നു. പ്രസവിച്ച സ്ഥിതിക്ക് തൗറാത്ത് നോക്കിപ്പോയി. നോക്കിയപ്പോൾ അവിടുത്തെ വിശേഷണം കണ്ടുപോയി. കണ്ടപ്പോൾ കാണാൻ ആഗ്രഹം തോന്നി. വന്നപ്പോൾ കാണാൻ കഴിഞ്ഞില്ല. ഞാനിതൊന്നും ഉണ്ടായില്ലെങ്കിൽ എത്ര നന്നായിരുന്നു. വളരെ വേദനയുടെ പൊട്ടിക്കരയുന്ന യഹൂദി ചോദിക്കുന്നു, ഹൽ മിൻകും അലിയ്യുൻ യസിഫുഹു ലീ, ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രത്യേകത പറഞ്ഞു തരാൻ അലി ഇബ്നു അബീ ത്വാലിബ് സദസ്സിലുണ്ടോ? ഉണ്ട്, പേരലി. അപ്പോഴാണ് പറയുന്നു, നിങ്ങളെക്കുറിച്ച് ഞാൻ തൗറാത്തിൽ വായിച്ചിട്ടുണ്ട്. അതേ അലി റളിയല്ലാഹു അൻഹു പറയുന്നു, അല്ലാഹുവിന്റെ റസൂലിന്റെ വിശേഷണം, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ തബീലൻ വലാ ഖസീറാ,
مدزمر الريس أزج الهاجبين أخمص القدمين أكحل العينين. അതേ അവിടുന്ന് കൂടുതൽ നീളമില്ല, കൂടുതൽ കുറിയാളല്ല, ഒത്ത നീളമാണ്. കണ്ണിന് വല്ലാത്ത ഭംഗിയാണ്, പുരികത്തിന് വല്ലാത്ത ഭംഗിയാണ്. വാദിഹൽ ജബീൻ, നെറ്റി വിശാലമാണ്. ഇദാ വഹിക ഖറജ മിൻ സനായാഹുന്നൂർ, അവിടുന്ന് ചിരിക്കുമ്പോൾ അതാ അവിടുത്തെ തൊള്ളയിൽ പുൻപല്ലിലൂടെ പ്രകാശം ചൊരിയുന്നു. അവിടുത്തെ ജീവിതത്തെ ശരീരത്തിന് വല്ലാത്ത ഭംഗിയാണ്. അങ്ങനെ തുടങ്ങിയ ഖാതമുൻ നുബുവ്വ, അവിടുത്തെ ചുവരിനിടയിൽ നുബുവ്വത്തിന്റെ അടയാളമാണ്. വിശദമായെന്ന് പറയുമ്പോ യഹൂദി ഇങ്ങനെ തന്നെയാണ് തൗറാത്തിൽ ഞാൻ വായിച്ചത് അവിടുത്തെ വിശേഷണം. എനിക്കിനി ഒരു ചോദ്യമേ ഉള്ളൂ, ഹൽ ബഖിയ സൗബുൻ നസുമ്മു, ആനബിതങ്ങളെ കാണാൻ കഴിഞ്ഞില്ലല്ലോ. അവിടുത്തെ തിരുശേഷിപ്പുകളിൽ നിന്ന് അവിടുത്തെ ഒരു വസ്ത്രമെങ്കിലും എനിക്കൊന്ന് ചുംബിക്കാൻ കിട്ടുമോ? സൽമാനെ വീട്ടിൽ പോയി ഫാത്തിമയോട് അവിടുത്തെ ജുബ്ബ തരാൻ പറയൂ. പോയിട്ട് വാതിലിന് വിട്ടുമ്പോ ഫാത്തിമയുടെ ചോദ്യം എത്തി കുട്ടികളെ വാതിലിന് വിട്ടുന്നതാരാണ്? ഹസൻ ഹുസൈൻ റളിയല്ലാഹു കരഞ്ഞിരിക്കുകയാണ്. സൽമാനാണ് അലി ഇബ്നു അബീ ത്വാലിബ് അയച്ചതാണ്. ജുബ്ബക്കുപ്പായ ഒന്ന് തന്നേക്കണം. എന്റെ ബാപ്പയുടെ ജുബ്ബവും ധരിക്കാനല്ല, അവിടുത്തെ കുപ്പായമൊന്ന് ചുംബിക്കാനാണ്. ഫാത്തിമ ബീവി എടുത്തു കൊടുത്തപ്പോ ആ ജുബ്ബയോട് വലിയ ആദരവോടെ സ്നേഹത്തോടെ കൊണ്ടുവന്ന് അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾക്ക് കൈമാറുമ്പോ അവിടുന്നതാ തുരുതുരാ ചുംബിക്കുന്നു. സഹാബത്ത് വാങ്ങിയിട്ട് ചുംബിക്കുന്നു. മദീന പള്ളി മുഴുവനും ചുംബിക്കുന്നു. അവസാനം യഹൂദിയുടെ കയ്യിൽ ചുംബിക്കാൻ കൊടുത്തപ്പോ ചുംബിച്ചുകൊണ്ട് യഹൂദി മാതുയവറായിഹതഹു, ഇതെന്തൊരു സുഗന്ധമാണ് അല്ലാഹ്, ഇതെന്തൊരു സുഗന്ധമാണ് അല്ലാഹ്. അവിടുത്തെ ജീവിതകാലത്ത് ധരിച്ച ജുബ്ബക്ക് ഈ നിലക്കുള്ള സുഗന്ധമാണെങ്കിൽ അവിടുത്തെ ശരീരത്തിന്റെ സുഗന്ധം എന്തായിരിക്കും അല്ലാഹ്? മെല്ലെ ഖബറിന്റെ സമീപത്തേക്ക് കാലെടുത്ത് വെച്ചു. മേൽപോട്ട് തല ഉയർത്തിയിട്ട് അശ്ഹദു യാ റബ്ബ് അന്നക വാഹിദുൻ അഹദുൻ ഫർദ് സമദുൽ ഫർദ്. അല്ലാഹുവേ, നീ ഏകനാണ്, നിന്നിലേക്ക് ആർക്കും ആശ്രയമാണ്, നിന്നെ ആശ്രയിക്കാത്ത ആരുമില്ല, നീ ഒരാളിലേക്കും ആശ്രയിക്കുന്നില്ല, നീയല്ലാതെ ആരാധ്യനില്ല. ഞാൻ ഉറപ്പിച്ചു പ്രഖ്യാപിക്കുന്നു, അശ്ഹദു അന്ന സാഹിബ ഹാദൽ ഖബരി റസൂലുക വഹബീബുക വസദ്ദഖ്തുഹു ബിമാ ഖാൽ. ഈ ഖബറിൽ കിടക്കുന്ന മഹാൽ നിന്റെ റസൂലാണ് അല്ലാഹ്, നിന്റെ ഹബീബാണ് അല്ലാഹ്. അവിടുന്ന് പറഞ്ഞത് മുഴുവനും സത്യമാണെന്ന് ഞാൻ ഉറപ്പിച്ചു അല്ലാഹ്. ഇനിയൊരപേക്ഷയുണ്ട്, ഇൻ ഖബൽത ഇസ്ലാമി ഫഖബിൽ ഊഹിയിലേക്കല്ലാഹ്. എന്റെ ഇസ്ലാം നീ സ്വീകരിച്ചെങ്കിൽ ഇപ്പോൾ ഈ സുഗന്ധം എനിക്ക് കിട്ടിയ ഈ സുഗന്ധം അത് നീങ്ങുന്നതിന് മുമ്പ് അവിടുത്തെ ഖബറിന്റെ സമീപത്ത് വെച്ച് എന്റെ റൂഹിനെ, എന്റെ ആത്മാവിനെ നീ പിടിക്കണേ അല്ലാഹ്. പറഞ്ഞു തീരുമ്പോൾ
അതാ ഖർറബൈത വഫാത്തായെന്ന് വീണു. സഹാബത്ത് കൊണ്ടുപോയി കുളിപ്പിച്ച് കഫൻ ചെയ്ത് നിസ്കരിച്ച് ജന്നത്തുൽ ബഖീൽ മറവ് ചെയ്യുന്നു. ഈമാൻ ഖൽബിലേക്കങ്ങ് കടക്കുമ്പോൾ അവിടുത്തോട് മഹബ്ബത്ത് വർദ്ധിക്കുന്നു, സ്നേഹം വർദ്ധിക്കുന്നു, അവിടുത്തെ തിരുശേഷത്തിനോട് സ്നേഹം വർദ്ധിക്കുന്നു. ഇത് മുഹമ്മദ് നബിയുടെ ജുബയാണെന്നതിന് തെളിവ് എന്താണെന്ന് യഹൂദി ചോദിച്ചിട്ടില്ല. അത് നബിയുടേതാണെന്ന് പറഞ്ഞത് വിശ്വസിച്ചു, അത് ചുംബിച്ചു, അനുഭവിച്ചു, ഈമാനോടെ മരിച്ചു. സുഹൃത്തുക്കളെ, തീക്കൊള്ളികൊണ്ട് തലചൊറിയരുത് കേട്ടോ. അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവിടുത്തെ തിരുശേഷിപ്പുകളിൽ വിവാദ വസ്തുക്കളാക്കരുത് കേട്ടോ. അത് ഈമാൻ തകരാനേ നിമിത്തമാകൂ. അല്ലാഹു കാക്കട്ടെ. ഒരുപാട് വിഷയങ്ങൾ ഇനിയും സംസാരിക്കാറുണ്ട്. ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് തരാൻ ഞാൻ നാളെ പറയാം.